രണ്ടുമല്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് കഴിഞ്ഞ 21-ാം തീയതി നടന്ന ചർച്ചയിൽ വളരെ വ്യക്തമായി, വളരെ അസന്നിഗ്ധമായി പറഞ്ഞതാണ് ഈ ഫെസ്റ്റിവൽ സമയത്ത് നിങ്ങൾ ഈ സമരവുമായി പോകരുത്, നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാം. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് രണ്ട് കൂട്ടരുടെയും നമ്മൾ പലതവണ ചർച്ച ചെയ്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. രണ്ട് കൂട്ടരുടെയും അവകാശവാദങ്ങളിൽ ശരിയും തെറ്റും അടയാളപ്പെടുത്തുന്നതിന് ഒരു കമ്മീഷന് വെക്കാം. ആ കമ്മീഷൻ തീരുമാനിക്കട്ടെ. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുമെന്നുള്ളതാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ള നിലപാട്. ആ നിലപാടിൽ ഇന്നും മാറ്റം വരുത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസവും അനൗപചാരികമായി നടന്ന ചർച്ചകളിലും പിന്നെ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ എ.കെ. ബാലൻ എല്ലാവരോടും പിന്നെ റിക്വസ്റ്റ് ചെയ്തത് ഈ ഇത് മാത്രമാണ്. പക്ഷേ ഗവൺമെൻറ് ഒന്നുകൂടെ പറഞ്ഞു, ഇനി ഇത്തരത്തിലുള്ള സമരത്തെ എങ്ങനെ നേരിടണം എന്ന് സർക്കാരിന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അതിലേക്ക് കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ എത്തിക്കരുത് എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ കല്ലിയൂർ ശശി, ഈ പുലിമുരുകനൊക്കെ കൊണ്ടുവന്ന ഒരു ഉണർവുണ്ടല്ലോ തിയേറ്ററുകളിൽ. ഈ കല്യാണ മണ്ഡപങ്ങൾ വീണ്ടും തിയേറ്ററുകളായി മാറുന്ന ഒരു കാലമായിട്ടുണ്ട്. സിനിമയ്ക്ക് ഏതാണ്ട് നല്ല കാലം തിരിച്ചു വരുന്നുണ്ടെന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ തിരിച്ചറിവ് കൊണ്ട് കൂടുതൽ ലാഭം നേടാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആ നിലയ്ക്ക് മാത്രം ഈ തിയേറ്റർ ഉടമകളുടെ ശ്രമത്തെ കണ്ടാൽ മതി? അല്ല, ആ നിലയ്ക്ക് മാത്രമൊന്നുമല്ല. ഒരു പുലിമുരുകൻ വന്നത് കൊണ്ട് അതിന് കൂടുതൽ കളക്ഷനൊന്നുമല്ല. ഈ 2016 വർഷമെന്ന് പറയുന്നത് മറ്റ് വർഷങ്ങളെ മുൻപുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് മലയാള സിനിമയ്ക്ക് ഒരു നല്ല കാലഘട്ടം തന്നെയായിരുന്നു. 122 സിനിമകളോളം റിലീസായതിൽ ഏതാണ്ട് 25ഓളം സിനിമകൾ വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു. അതിനുള്ള നല്ല കളക്ഷൻ ലഭിച്ചു, അല്ലെങ്കിൽ മുതൽ മുടക്ക് ലഭിച്ചു, ഹിറ്റായി. 2-3 ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റായി, റെക്കോർഡ് കളക്ഷൻ നേടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ തന്നെ, അതായത് നമ്മുടെ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 2016. അതിന് തന്നെ തുരങ്കം വയ്ക്കുന്ന രീതിയിലായിപ്പോയി ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ എന്ന് പറയുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഏതാണ്ട് 6-7 സിനിമകളാണ്. 6-7 സിനിമകളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 50 crores, 50 കോടി രൂപ മുടങ്ങിക്കിടക്കുകയാണ്. അതിൽ 4 പടങ്ങളുടെ മാത്രം ഏതാണ്ട് 42 കോടി രൂപയാണ്. ആ 42 കോടി രൂപയ്ക്ക് എത്ര രൂപ പലിശ കണക്കാക്കും? ഇന്ന് ഒരു മാസം തികയാൻ പോവുകയാണ്, അവർക്ക് റിലീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ മുൻപേ സൂചിപ്പിച്ചത്. ഇത് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഈ പ്രശ്നം ഇത് ചർച്ച ചെയ്തിട്ട് ഡിസംബർ 16 മുമ്പ് ഇത് ചർച്ചയിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പോകും എന്നൊരു 6 മാസത്തിന് മുമ്പോ അല്ല 4 മാസത്തിന് മുമ്പോ ഞങ്ങൾ അറിയിച്ചിരുന്നെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങണ്ട, എല്ലാം തീർന്നതിന് ശേഷം തുടങ്ങിയാൽ മതി എന്ന് ഞങ്ങൾ അവരെ അറിയിക്കുമായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അതായത് ഡിസംബർ 16 മുമ്പ് ഷൂട്ടിംഗ് തുടങ്ങി അത് തീർക്കാനുള്ള ചിത്രങ്ങൾ മാത്രമേ നടക്കുള്ളൂ. പുതുതായിട്ട് ഒരു ചിത്രവും ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നില്ല. ചിലപ്പം സമാന്തര സിനിമകൾ വല്ലതും ഒരു ചെറിയ രീതിയിലുള്ള ബഡ്ജറ്റിലെ ഷൂട്ടിംഗ് നടക്കുന്നുള്ളൂ. ഒരു മെയിൻ സ്ട്രീം സിനിമയും ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നില്ല. അത് നിർത്തി വച്ചിരിക്കുക തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് മുതലാകുന്നില്ല, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയായതുകൊണ്ട് ഞങ്ങൾക്ക് സമരമൊന്നുമില്ല. ഞങ്ങളിത് തുറന്നു വച്ചിരുന്നു, ഞങ്ങൾക്ക് നഷ്ടത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല. ഞങ്ങൾ ഇത് നഷ്ടം വന്നു എന്നറിഞ്ഞോ, നഷ്ടത്തിലേ വരുള്ളൂ എന്നറിഞ്ഞ ഉടനെ ഞങ്ങൾ ആ കട പൂട്ടി. അത്രയേ ഉള്ളൂ, താൽക്കാലികമായി. അല്ല, പക്ഷേ ഇപ്പോൾ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടല്ലോ, മോഹൻലാലിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അതെല്ലാം 16 മുൻപ് തുടങ്ങിയ സിനിമകളാണ്. നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഓടിച്ചെന്നിട്ട് പടം നിർത്താൻ പറയാൻ പറ്റില്ല. അവർക്ക് എത്രയോ രൂപ മുടക്കി സെറ്റുകൾ ഇട്ടിട്ടുണ്ടാവും, എത്രയോ ആർട്ടിസ്റ്റിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാവും, അതിനുവേണ്ടി ഒരുപാട് പൈസ പ്രീ പ്രൊഡക്ഷനുകൾ ചിലവാക്കിയിട്ടുണ്ടാവും. നാളെ തൊട്ട് സിനിമ ഷൂട്ടിംഗ് നടത്തണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർക്ക് കൃത്യമായ അറ്റ്ലീസ്റ്റ് ഒരു മാസത്തെ ടൈമെങ്കിലും കൊടുക്കണം. അതിനും സമയം കിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഡിസംബർ 16 ശേഷം ഒരു സിനിമയും തുടങ്ങാൻ കഴിയില്ല, അതിന് മുമ്പ് തുടങ്ങിയ പടങ്ങൾ തീർക്കാം എന്ന് പറഞ്ഞു. അത് തീർത്തുകൊണ്ടിരിക്കുക. ശ്രീ ലെനിൻ രാജേന്ദ്രൻ, എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതാണ്, ഇതൊരു വല്ലാത്ത ഭാഗ്യപരീക്ഷണത്തിൻ്റെ മേഖലയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ചെറിയ കുലച്ചിൽ തട്ടിയാൽ ആ ഇൻഡസ്ട്രിയെ പൂർണ്ണമായി ബാധിക്കും. മാത്രമല്ല, ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ കാലത്ത് തന്നെ എത്രത്തോളം ഗുരുതരമായി ഇതിനെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാമല്ലോ. മാത്രമല്ല, പ്രേക്ഷകരും ഈ സിനിമകളെല്ലാം കാത്തിരുന്നതാണ്. പ്രേക്ഷകർ ആ സിനിമകൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന അവസ്ഥയുമുണ്ട്. ഇത് ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥ. ഇപ്പോൾ സിദ്ദിഖിനെ പോലൊരു സംവിധായകൻ പറയുന്നത് അദ്ദേഹം എത്രയോ ഹിറ്റുകൾ, എത്രയേറെ കളക്ഷൻ നേടാൻ ഈ തിയേറ്ററുകളെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ വരുമ്പോൾ അത് റിലീസ് ചെയ്യാനുള്ള സാവകാശവും സൗകര്യവും ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നു എന്ന അവസ്ഥ ഉണ്ടാവുന്നു എന്നതാണ് സങ്കടത്തോടെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു സ്ഥിരതയില്ലാത്ത തരത്തിലേക്ക് സംവിധാനത്തെ കൊണ്ട് എത്തിക്കുന്നത് ആരാണ്? ഇതൊരു തരം ചക്കളത്തി പോരുമാതിരിയാണ്. കൃത്യമായ ആലോചനകളില്ല, അതിനുള്ളൊരു പഠനമില്ല,
ഇങ്ങനെ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ തന്നെ 8 തവണ ഈ സമരം ഇതേപോലെ നടത്തിക്കഴിഞ്ഞവരാണ്. ഇങ്ങനെ തുടർന്നാൽ ഈ വ്യവസായം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? വ്യവസായത്തെക്കുറിച്ച് ഭയങ്കരമായി വേവലാതിപ്പെടുന്നവർ, എന്നാൽ വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അന്തരീക്ഷം അതുകൂടെ സൃഷ്ടിക്കാൻ ബാധ്യസ്ഥരല്ലേ? അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൃത്യമായി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കേണ്ടുന്ന തുക, അതേപോലെ തന്നെ ക്ഷേമനിധി ബോർഡിനും മറ്റും ലഭിക്കേണ്ടിയിരുന്ന ഒരു തിയേറ്ററിൽ നിന്നും ഓരോ ടിക്കറ്റിൽ നിന്നും പിരിക്കുന്ന സെസ്സിൻ്റെ തുക, ഇതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ വളരെ മുമ്പേ ഉണ്ടായതാണ്. പക്ഷേ അതെല്ലാം കൂടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് ഇപ്പോൾ അതിന് വ്യാപകമായൊരു പ്രചാരം കിട്ടിയിരിക്കുന്നു. അതിൽ കുറേ സത്യമുണ്ട് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ വല്ലാതെ ബേജാറായിട്ട് എന്താ കാര്യം? അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറയുന്ന കണക്കുകളിൽ തെറ്റുണ്ട്, നമുക്കത് ബോധ്യപ്പെടുത്തിയാൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതിനും വേണ്ട ചില സാവകാശം. അതിനാണ് നമ്മൾ ഈ ടിക്കറ്റിംഗ് സമ്പ്രദായം നിങ്ങൾ നടപ്പിലാക്കൂ എന്ന് പറഞ്ഞ് അപ്പോഴും അതിനെയും എതിർക്കുക. എന്തെങ്കിലും ന്യായങ്ങൾ പറയുക. ഈ ടിക്കറ്റിനെ എതിർക്കുന്നില്ല, പക്ഷേ അതിലെ ചില കാര്യങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒന്നിനെ മറ്റൊന്നുകൊണ്ട് മറയ്ക്കുന്നതിലേക്കുള്ള ഉപായമായിട്ടാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഇതൊക്കെ വിട്ടിട്ട് നമുക്കൊരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് വളരെ കൃത്യമായി കണക്കുകളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ശ്രമങ്ങൾ ഒട്ടേറെ നടന്നു കഴിഞ്ഞു. പക്ഷേ ആ ശ്രമങ്ങളിലേക്ക് എവിടെയും സർക്കാരിൻ്റെ ശ്രമങ്ങളിൽ പോലും ഇവരടുക്കുന്നില്ല എന്നതാണല്ലോ പ്രശ്നം. ശ്രീ ലിബർട്ടി ബഷീർ, എല്ലാവരും കണ്ടല്ലോ, ഈ ചർച്ചകളിൽ ഒരു നീതി നിങ്ങളുടെ ഭാഗത്ത് എവിടെയാണ് എന്നത് പരതുകയാണ്. അത് കണ്ടെത്താൻ കഴിയുന്നില്ലെന്നാണ് എല്ലാവരുടെയും സങ്കടം. അച്ഛനൊരു കാര്യം കൂടി അറിയേണ്ട അച്ഛാ, ഇവിടെ ഒരു തമിഴ്പ്പടം 6 കോടി ഉറുപ്പ്യക്ക് എടുത്തിട്ട് ഒരു പാവപ്പെട്ട ഒരു പ്രൊഡ്യൂസർ 6 കോടി ഉറുപ്പ്യ വിലക്കെടുത്തിട്ട് 12-ാം തീയതി റീസിൻ്റെ പടമെന്ന്. ആ 12-ാം തീയതി ഈ മലയാള പടങ്ങൾ അച്ഛാ എപ്പോൾ റിലീസ് ചെയ്യാതെ അവർക്ക് നഷ്ടം വരാൻ പോകുന്നില്ല. ആ ഫെസ്റ്റിവലിൽ കിട്ടുന്ന ഒരു പൈസ പോകുന്നില്ലാണ്ട് അന്ന് അവർക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. നമ്മളെല്ലാ ഇങ്ങനത്തെ സമയത്തെല്ലാം നമ്മൾ കൂടുതൽ കളിച്ചു കൊടുത്തിട്ടും നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഒരു തമിഴ് പടം വിജയ് പടം 6 കോടി രൂപ എടുത്ത ആ വ്യക്തിനെ ഇവർ ഭീഷണിപ്പെടുത്തി നിർത്തിക്കാൻ. ആ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെയും മറ്റുള്ള യുവജന സംഘടനയിൽ ഇറക്കിയിട്ട് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഇതിന്റെ പോലീസിനെ കൊണ്ട് തടയിക്കുന്നു വേണ്ടി ഇന്നലെ അയാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പോലീസ് അസോസിയേഷൻ കാവലെടുക്കുകയാണ് പെർമിഷന് വേണ്ടി. അവർ ഇത്ര ദ്രോഹം ചെയ്ത നമ്മളല്ലല്ലോ. ഒരു അന്യഭാഷാ ചിത്രം ഇവിടെ അന്യഭാഷാ ചിത്രം തമിഴ് പടം ഇവിടെ കളിക്കണം, നമ്മുടെ പടം അവരും കളിക്കുന്നുണ്ട്. അവർ ഇതേമാതിരി വിജയ് ഫാൻസർ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്ത് ചെയ്യും? ഇവിടെ എന്തിനാണ് ഈ രാഷ്ട്രീയക്കാർ ഇടപെടുന്നത്? ഒരു പടം കളിച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ നാളെ ഒരു ഗോഡ്സെ എന്നുള്ള പടം ഇറക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന ടേംസിൽ 84 സ്റ്റേഷനിൽ പടം റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താ തെറ്റ്? ഗോഡ്സെ എന്നല്ല പടം നാളെ റിലീസ് ചെയ്യുന്നു. കേരളത്തിൽ 84 സ്റ്റേഷനിലാണ് നമ്മൾ പറയുന്ന ടേംസ് പടം കളിക്കുന്നത്. അത് പ്രൊഡ്യൂസറല്ലേ? പക്ഷെ അതെല്ലാം നിവൃത്തികേടാണ് ശ്രീ ലിബർട്ടി ബഷീർ. ചില നിവൃത്തികേടിനെ നിങ്ങൾ ചൂഷണം ചെയ്യുന്നു എന്ന തലത്തിൽ മാത്രമേ അതിനെ വിലയിരുത്താൻ കഴിയൂ. ഇന്നിപ്പോൾ കമൽ പറഞ്ഞതുപോലെ ഇതൊരു പ്രോഡക്റ്റ് ഒരു സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവച്ചാൽ അതിൻ്റെ പകുതി ഞങ്ങൾക്ക് വേണം എന്ന് ആവശ്യപ്പെടുന്നതിന്, സൂപ്പർ മാർക്കറ്റുകാരൻ ആവശ്യപ്പെടുന്നതിന് സമാനമാണ് ഫെഡറേഷൻ്റെ ആവശ്യം, നിങ്ങളുടെ ആവശ്യം എന്നതാണ് കമൽ പറഞ്ഞത്. അല്ല അച്ഛ, അവിടെ തെറ്റിപ്പോയി. ഈ കമലിന്റെ പടം ശരി, ഇപ്പം ലൈൻ സാറിന്റെ പടത്തിന് നമ്മൾ അഡ്വാൻസ് വാങ്ങാറില്ല, കൊടുക്കില്ല. അങ്ങനത്തെ ചെറിയ പടങ്ങൾ വേണ്ടിയിരുന്നത്. കമല് ഇപ്പൊ ചെയർമാനാണ്. കമല് കഴിഞ്ഞ 2 പടം റിലീസ് ചെയ്തിട്ട് 2 പടം പൊടിച്ചിട്ട് കോടിക്കണക്കിന് നമ്മുടെ തിയേറ്റേഴ്സ് ബാലൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ 4 പടത്തിന് തന്നെ ഇവർ 40 കോടി, ഒരു 10, 35, 36 കോടി ആയിട്ടുണ്ടാവും. നമ്മളെ മെമ്പർമാർ 12 കോടി രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. വിത്ത് എവിഡൻസ് ഞങ്ങൾക്ക് നാളെ ഫാക്സ് ചെയ്ത് തരാം. 12 കോടി രൂപ ഈ 4 പടം നമ്മുടെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പൈസ ബ്ലോക്ക് തന്നെയാണ്. കൊടുത്താൽ വളരെ നന്നായിരിക്കും. 4 സിനിമയ്ക്ക് താങ്കളുടെ സംഘടന 12 കോടി രൂപ അഡ്വാൻസ് ആയി നൽകിയിട്ടുണ്ടെന്ന് താങ്കൾ തെളിയിച്ചാൽ ഞങ്ങൾ ഈ പണി നിർത്താൻ പറ്റില്ല. 12 കോടി രൂപ നിങ്ങൾ അഡ്വാൻസ് ആയി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ രേഖകൾ ഹാജരാക്കിയാൽ ചുമ്മാ എപ്പോ നോക്കിയാലും ഞങ്ങളെ പൈസ കൊടുത്ത് എന്റെ മെമ്പർമാരുടെ കയ്യിൽ കറക്കണ്ട് ചേട്ടാ. ഒരിക്കലല്ല.
നിങ്ങൾ എത്ര രൂപ കൊടുത്തെന്ന് വ്യക്തമായ ഞാൻ രേഖകൾ നിങ്ങൾക്ക് സുതാര്യമായി അയച്ചുതരാം. മേശപ്പുറത്ത് നിങ്ങൾക്ക് വയ്ക്കുക. ഓരോ തീയതി അപ്പോൾ പറയാം, ഓരോ തീയതിന്റെയും കണക്കെടുക്കാൻ നമുക്ക് ഒരു ഓരോ മേഖല തീയതിന്റെയും ചൊവ്വാഴ്ച കണക്കെടുക്കാം. ഫെഡറേഷന്റെ ജനബോഡി ഉണ്ട്. ആ ജനബോഡിക്ക് വന്നാൽ നിങ്ങൾ സ്വീകരിച്ചിട്ട് ഞാൻ കണക്കവിടെ തരാം. താങ്കളെ ഞാൻ സ്വീകരിക്കുന്നത് ചൊവ്വാഴ്ച നമ്മുടെ ജനബോഡിയിലേക്ക് ആരെല്ലാം കൊടുത്തത് നേരിട്ട് തന്നെ കാണിച്ചു തരാം. എന്തായാലും തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.